ഞങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ വാങ്ങരുത് എന്ന് ബ്രാൻഡ് തന്നെ കസ്റ്റമേഴ്സിനോട് പറഞ്ഞാലോ? ലോയൽറ്റി റേറ്റ് ഹ്യൂജ് ആയി കൂടുകയും 30% അധികം റവന്യൂ ഇൻക്രീസ് ചെയ്യുകയും ചെയ്ത ഈ കമേഴ്ഷ്യൽ ഒരു ഹിസ്റ്ററിയാണ് ക്രിയേറ്റ് ചെയ്തത്. ഹായ്, വെൽക്കം ടു റോഡിയോ സീരീസ് എപ്പിസോഡ് നമ്പർ 2. 2011 USA ബ്ലാക്ക് ഫ്രൈഡേ സെയിലിൽ പാറ്റഗോണിയ എന്ന ഫേമസ് ക്ലോത്തിംഗ് ബ്രാൻഡ് ഇതുപോലൊരു കമേഴ്ഷ്യൽ റിലീസ് ചെയ്തു. ഡോണ്ട് ബൈ ദിസ് ജാക്കറ്റ്. അവരുടെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ജാക്കറ്റ് കാണിച്ചാണ് ഈ ആഡ് ചെയ്തത്. ബ്ലാക്ക് ഫ്രൈഡേയിൽ കൂടുതൽ സീസൺ സെയിൽ നടക്കുന്ന സമയത്ത് മറ്റ് ബ്രാൻഡുകൾ ഡിസ്കൗണ്ടുകളും കോംബോ ഓഫറുകളും ഇട്ട് സെയിൽസ് മാക്സിമൈസ് ചെയ്യുന്ന സമയത്താണ് ഇവർ ഈ ആഡ് പുഷ് ചെയ്തത്. ജാക്കറ്റ് ചെയ്യാൻ ഒരു 135 ലിറ്റർ വാട്ടർ ചെലവായി, 20 പൗണ്ട് കാർബൺ എമിറ്റായി, 2/3 ഓഫ് മെറ്റീരിയൽ വേസ്റ്റായി എന്നിങ്ങനെ. ഇത്രയും വേസ്റ്റ് നേച്ചറിനെ ബാധിക്കുമെന്ന് പറഞ്ഞു ഒരു അവയർനെസ് ആളുകളിൽ എത്തിച്ചു. ഇത്തരം കമേഴ്ഷ്യൽ ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇമ്പാക്ട് എന്താണെന്ന് നമ്മൾ ഒരുപാട് ചിന്തിക്കും. എന്നാൽ ഇവിടെ സെയിൽസ് ഡൗൺ ആകുന്നതിന് പകരം ലോയൽറ്റി റേറ്റ് കൂടാനും 30% അധികം റവന്യൂ ഇൻക്രീസ് ചെയ്യാനും സാധിച്ചു. ഇവിടെയാണ് ബ്രാൻഡ് എങ്ങനെയാണ് ആളുകളിലേക്ക് ഐഡന്റിറ്റി ബിൽഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നത്. ഇതാണ് റിവേഴ്സ് സൈക്കോളജി മാർക്കറ്റിംഗ്. എല്ലാവരും ചിന്തിക്കുന്നതിന്റെ വ്യത്യസ്ത പെർസെപ്ഷനിൽ കണ്ടുകൊണ്ട് ലോയൽറ്റി ബിൽഡ് ചെയ്യുന്ന ബ്രാൻഡിംഗ്.